ഒരു വൺ ഡേ ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം വന്നത് തെങ്കാശി റൂട്ട് പോയാലെന്നായിരുന്നു. അങ്ങനെ ഒരു സൺറൈസും തിരുമലക്കോവിലും കുറച്ച് ചെക്ക് ഡാംസും, തെങ്കാശിയിലൊക്കെ ഒരുപാട് ചെക്ക് ഡാംസ് ഉണ്ട്, ചെറിയ ചെറിയ ഡാംസ്. അങ്ങനെ കുറച്ച് ചെക്ക് ഡാംസും തിരിച്ച് വരുമ്പോഴത്തേക്കൊരു ബോട്ടർ ചിക്കനൊക്കെ കഴിച്ച് നൈസായിട്ട് അങ്ങനെ പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. രാവിലെ ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഞങ്ങളുടെ റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ചിട്ടിപ്പാറയിലെ സൺറൈസ് ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് പോയത്. അവിടെ നൈസായിട്ടൊരു സൺറൈസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നേരെ മുരുകൻ ടെമ്പിളിൽ വരാനുള്ള, തിരുമല ടെമ്പിളിൽ വരാനുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ച ടൈമായി, ഒരു 12-1 മണി അടുപ്പിച്ചായി. അസാധ്യ വെയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ മുരുകൻ ടെമ്പിൾ, ഈ തിരുമല ടെമ്പിളിൽ വരാൻ പ്ലാൻ ചെയ്യുന്നത് ഒന്നിൽ ഏർലി മോർണിംഗ് ഇവിടെ എത്താൻ കണക്കിന് തന്നെ ഡയറക്റ്റ് ഇവിടെ വേറെ പോയിന്റ് വയ്ക്കാതെ ഡയറക്റ്റ് ഇവിടെ തന്നെ വരാനുള്ളൊരു പ്ലാനിൽ വരിക. അതല്ലെങ്കിൽ ഈവനിങ് എവിടെയെങ്കിലും പ്ലാൻ ചെയ്ത് പോയിട്ട് ഈവനിങ് വരാൻ ശ്രമിക്കുക. 2 ടൈമിലുള്ള ആംബിയൻസ് ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല, കാരണം നട അടയ്ക്കാനുള്ള ടൈമായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അത് വരുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് ബാൻഡിൽ. പിന്നെ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിയൊരു കുളമാണ്. ഭയങ്കര ആംബിയൻസാണ് നടക്കാൻ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഭയങ്കര വേസ്റ്റൊക്കെ ആയിട്ട് വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചു എന്തായാലും ഇങ്ങനെ ഇത്ര വൃത്തികേടായി കിടക്കുന്നത് ചോദിച്ചപ്പോൾ അവിടെ മീനുണ്ട്, കുളത്തിനകത്ത് മീനുണ്ട്. അതിപ്പം വരുന്ന ആൾക്കാർ മീനിന് ഫുഡ് കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ത്രോ ചെയ്ത് എറിയുന്നതാണ്. അങ്ങനെയാണ് അവിടെ വേസ്റ്റ് വരുന്നത്. അവരത് ക്ലീൻ ചെയ്യും എന്നും പറയുന്നു. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു കുളമാണ് കേട്ടോ. ആ മലകളും ചുറ്റുമലകളും അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ. കുളം നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര കാമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. തിരികെ വരുന്ന വഴിക്ക് ഞാൻ അമലിൻ്റെ എക്സ്പൾസ് ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കി. കാരണം എക്സ്പൾസ് എടുക്കണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതെടുത്ത് ഓടിച്ച് നോക്കി. നല്ല വണ്ടിയാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടർ ചിക്കൻ കഴിക്കാൻ വേണ്ടി കയറി. നല്ല ഫുഡായിരുന്നു. ഇതിൻ്റെ കൂടെ അവരൊരു ഗ്രേവി തരുന്നുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്കിത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കഴിച്ചു. പക്ഷേ നൈസാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിത് വീണ്ടും ട്രൈ ചെയ്തു. പക്ഷേ സൂപ്പറാണ് കേട്ടോ. ഈ ഗ്രേവി മിസ് ചെയ്യരുത്. സൂപ്പർ ഗ്രേവി ആട്ടോ.